സോഫ്റ്റ്വെയർ, ഒരു കോഡിംഗ് ഭാഷയാണ് എന്ത് എന്ത് നമ്മളുടെ മനസ്സ് എന്ന് പറയും. അപ്പോ നമ്മൾ എന്താ പറഞ്ഞ ആദ്യം? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നെന്താണ് ലീനിയർ തിങ്കർ ആയിട്ട്. രണ്ടാമത്തെ എന്താണ് സ്കാറ്റേർഡ് തിങ്കർ. സ്കാറ്റേർഡ് തിങ്കർ ആവുമ്പോ എന്താണ് നമ്മൾ ചിതറിയ ചിന്തകളുമായിട്ടാണ് നമ്മളുടെ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി വരുന്നത്. അപ്പൊ നമ്മൾ കരുതുകയാണ് എന്ത് എല്ലാ സമയത്തും ഇങ്ങനെ ചിന്തകനായിട്ട് നടക്കുക അങ്ങനെ കിളി പോയ പോലെ. അല്ല, അങ്ങനല്ല, അങ്ങനല്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യമാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ സമയത്ത് അതേ കാര്യം മാത്രം ചിന്തിക്കുക. നമ്മള് വേറെ ഒരു കാര്യത്തിലേക്കാണ് മാറുന്നതെങ്കിൽ ഇതിനെ അടച്ചു വെച്ചതിന് ശേഷം അടുത്തത് തുറന്നിട്ട് ചിന്തിക്കുക. ഇതാണ് ഈ പറയുന്ന ലീനിയർ തിങ്കർ എന്ന് പറയുന്ന സാധനം. അപ്പോ തിങ്കിങ്ങിന് നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ്. രണ്ട് പ്രവർത്തനങ്ങളാണ്. ഒന്ന് മനസ്സിന്റെ ചിന്തകൾ രൂപപ്പെടുന്നത് നമ്മളെ മനസ്സിൽ നിന്നാണെങ്കിലും, പക്ഷേ ആ ചിന്തകളുടെ പ്രവർത്തനങ്ങളിലേക്ക്, അതായത് അതിനെ വർക്കിംഗ് ആക്കുന്നത്, അതിനെ പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെല്ലാം, ആ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. കാരണം ബ്രെയിനാണ് നമ്മളുടെ ഹാർഡ്‌വെയർ. നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത്, നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ സോഫ്റ്റ്‌വെയർ ആണ്. അതിനെ നമുക്ക് കാണാനോ നമുക്ക് തൊടാനോ ഒന്നും സാധിക്കൂല. അതിനെ നമുക്ക് അതിന്റെ റിസൾട്ടുകൾ മാത്രമാണ്. ആ റിസൾട്ടുകൾ ഉണ്ടാവുന്നത് ഈ കൊടുക്കുന്ന മെസ്സേജുകൾ അനുസരിച്ചിട്ട്, നമ്മളുടെ മനസ്സ് കൊടുക്കുന്ന മെസ്സേജുകൾ അനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ട സന്നദ്ധമായിട്ടുള്ള സജ്ജമായിട്ടുള്ള ഒരു നല്ല ബ്രെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ തോട്ട് പ്രോസസ് വർക്ക് ചെയ്യുള്ളൂ. ഇതാണ് നമ്മുടെ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന, നമ്മൾ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മളിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അതാ. അങ്ങനെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് നമ്മളെ ബ്രെയിനിന്റെ ഉള്ളിൽ ഒരുപാട് മസിൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിപ്പോ ഒരു പ്രത്യേകമായിട്ട് ഒരു മസിലിനെ പുഷ്ടിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, ഒരു മസിലിനെ സാധാരണഗതിയിൽ ഒരാൾക്ക് ഒരു മസിലിനെ പുഷ്ടിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? അതിന് കൂടുതലായിട്ട് പ്രവർത്തനങ്ങൾ കൊടുക്കണം. അതല്ലേ സത്യം? നമ്മള് അനക്കാതെ വെക്കുന്ന ഭാഗത്ത് മസിൽസ് വളരില്ലേ? നമ്മള് അതിന് കൂടുതൽ ലോഡ് കൊടുക്കുമ്പോൾ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുക? ആ മസിൽസ് ഡെവലപ്പ് ആവുക. അങ്ങനെ നമ്മളുടെ ബ്രെയിനിന്റെ ഉള്ളിലും കുറച്ച് മസിൽസ് ഉണ്ട്. ആ മസിൽസിന്റെ പേരാണ് തിങ്കിങ് മസിൽസ്. ആ തിങ്കിങ് മസിൽസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുമ്പോൾ മാത്രമേ അതിന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യമാകൂ. ലീനിയർ തിങ്കർക്ക് മാത്രമേ അയാളുടെ മസിൽസിനെ ഏറ്റവും നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്താനും അതുവഴി അയാളുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താനും അയാളുടെ ചിന്തകളെ ഒരേ റൂട്ടിൽ കൊണ്ടുപോകാനും സാധിക്കുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ കൺഫ്യൂഷൻ ആവല് സ്കാറ്റേർഡ് ആയിട്ട് ചിന്തിക്കുമ്പോഴാണ്. അതായത് നമ്മൾ ഒരേ ടൈമിൽ തന്നെ ഒരു 100,000 ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴാണ്, ചിതറിയ ചിന്തകൾ കയറി വരുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യല്, നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാതെ എനിക്കെല്ലാം കൂടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തല ചൊറിഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അപ്പൊ നമ്മളോട് എല്ലാവരും പറയും, എന്റെ ചിന്തകൾ കൂടുതലാണ്, അതാണ് എന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ ചിന്തകൾ കൂടിയത് കൊണ്ടാണ് എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാനസികമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പലതും ആക്കി മാറ്റും. എന്നാൽ അത് സ്കാറ്റേർഡ് ചിന്തകളായതുകൊണ്ടാണ്, സ്കാറ്റേർഡ് തിങ്കിങ് പാറ്റേണിൽ നമ്മൾ പോകുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഐൻസ്റ്റീന്റെ ബ്രെയിന് മുറിച്ച് പഠിച്ചപ്പോ ഐൻസ്റ്റീന് മനസ്സിലാക്കിയ കാര്യം പറയുന്നുണ്ട്. നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അത് സ്വാഭാവികമാണ്, സർവ്വസാധാരണമാണ്, എല്ലാ മനുഷ്യനും വരും. നമ്മൾ എപ്പോഴും ചിന്തിക്കാറെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ തേടി ഇങ്ങനെ നടക്കും. കുറേ സമയം ഇനിയിപ്പോ എന്താണ് ചെയ്യാ, ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഐൻസ്റ്റീൻ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്താണ്
കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞില്ല? ഐൻസ്റ്റീന് പറഞ്ഞു. ഐൻസ്റ്റീനോട് ഈ ലോകത്തിലുള്ള ഐൻസ്റ്റീൻ പറയാണ്, ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം, ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഐൻസ്റ്റീന് കൊടുക്കുകയാണെങ്കിൽ എത്ര സമയം? 1 മണിക്കൂർ കൊടുക്കുകയാണെങ്കിൽ ഐൻസ്റ്റീൻ പറയാണ്, എനിക്ക് 1 മണിക്കൂർ തരികയാണെങ്കിൽ ഞാൻ അതിൽ 55 മിനിറ്റും ആ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനുമാണ് എടുക്കുക. ഞാൻ ഓൺലി 5 മിനിറ്റ്സ് മാത്രമേ അതിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയുള്ളൂ എന്ന്. ആർ യു അണ്ടർസ്റ്റാൻഡ്? ഇതാണ് നല്ല ചിന്തകരുടെ ഒക്കെ തോട്ട് പ്രോസസ്. അപ്പൊ നമ്മള് ഒരു പ്രശ്നം ഉണ്ടായാൽ അതിലുണ്ട് അതിന്റെ സൊല്യൂഷൻ. അതിന്റെ സൊല്യൂഷൻ അതിലുണ്ട്. എന്താണ് നമ്മളെ പ്രോബ്ലം? നമ്മള് നമ്മൾ മനസ്സിലാക്കാണ്. എനിക്ക് ഒരു ഇപ്പൊ ഉദാഹരണം പറയണേ, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്താണ് നമ്മളെ പ്രോബ്ലം? എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇതാണ് പ്രോബ്ലം. ആ പ്രോബ്ലത്തിനില്ലേ എന്ത് സൊല്യൂഷൻ? അതെന്ത് ചെയ്യണം? നമ്മൾ ട്രെയിൻ ചെയ്ത് പഠിക്കണം. ഒരു സിമ്പിൾ പറഞ്ഞത്. വീട്ടില് വീട്ടില് ഇതേപോലെ പല വിഷയങ്ങളുണ്ടാവും. നമ്മള് സ്കാറ്റേർഡ് ആയിട്ട് ചിന്തിക്കും. അതിലേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ചിന്തിച്ചിട്ട് കണക്ട് ചെയ്യും. അവസാനം റിസൾട്ട് ബാഡ് റിസൾട്ടായി മാറും. പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ പഠിക്കാൻ നമ്മൾ എപ്പോഴാണോ ശ്രമിക്കുന്നത്, അതിന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. നല്ല സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ആ പ്രശ്നങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പഠിക്കലാണ് ഏറ്റവും കുറെ കൂടുതലായിട്ട് ചിന്തിക്കാൻ അതിനെ ഓവർ തിങ്കിങ്ങും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ കൂടുതലായിട്ട് അതിനെ പൊലിപ്പിച്ച് കാണിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ പൊലിപ്പിച്ച് കാണേണ്ട ആവശ്യമില്ല. അല്ല എന്നുണ്ടെങ്കിൽ അതിനെ പറ്റ നെവർ മൈൻഡ് ആക്കി എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആകെ എന്താ ചെയ്യേണ്ടത്? അതിന്റെ മിഡില് എന്താണ് ആ പ്രോബ്ലം, എന്താണ് ആ പ്രശ്നം, ആ പ്രശ്നത്തെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന്റെ സൊല്യൂഷൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കി. നമ്മളെ ലൈഫിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മതി. ഞാനേ ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടാവും. ഞാന് ഒരുപാട് പ്രതിസന്ധികൾ വന്ന സമയത്തെല്ലാം ഞാൻ ഇങ്ങനാണ് ചിന്തിച്ചത്. പക്ഷേ ഈ ലീനിയർ തിങ്കിങ്ങും ഈ സ്കാറ്റേർഡ് തിങ്കിങ്ങും ഒക്കെ ഞാൻ പഠിച്ചത് അതിൻ്റെതായ സ്ട്രക്ചറിൽ ഞാൻ പഠിച്ചത് കുറച്ചേ ആയിട്ടുള്ളൂ. എന്നാൽ ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തപ്പോ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും ഞാൻ പൊട്ടിത്തെറിച്ചതും, പല കാര്യങ്ങൾക്കും എനിക്ക് ദേഷ്യം വന്നതും, പല തീരുമാനങ്ങളും എന്നിൽ നിന്ന് തെറ്റിപ്പോയതും എല്ലാം ഈ സ്കാറ്റേർഡ് തിങ്കിങ് കൊണ്ടാണ്, തിങ്കിങ് പ്രോസസ് കൊണ്ടാണ്. എന്നാൽ ലീനിയർ ആയിട്ട് ഒരു പ്രശ്നം എടുത്ത് അതിനെ മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുത്ത് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റഡ് ആവുമ്പോൾ ഏറ്റവും മികച്ച റിസൾട്ടാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഇതിലൊരു കാര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മള് മറ്റുള്ളവരുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് വാല്യൂ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പല പണിയെടുത്ത് നോക്കും. പക്ഷേ നമ്മൾ നമ്മളെ മേലുള്ള മാറ്റങ്ങൾ വരുത്താൻ പരിശ്രമിക്കില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവരാവണം എന്ന് ചിന്തിക്കും. എന്നാൽ അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ പല ചിന്തകളും കൊണ്ടുവരും. ആ ചിന്തകളുടെ അനന്തര ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? യഥാർത്ഥ റിസൾട്ടോ യഥാർത്ഥ സൊല്യൂഷനോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് പല സമയത്തും നമ്മളുടെ ജീവിതം നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് വഴുതി പോകാറുള്ളത്. എന്നാൽ ഒരു ലീനിയർ തിങ്കറെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എടുത്ത് ആ കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റഡ് ആയിക്കൊണ്ട് അതിനെ മാത്രം ആ പ്രോബ്ലത്തിനെ മാത്രം പഠിക്കാൻ അയാൾ ശ്രമിക്കുകയാണെങ്കിൽ വിത്തിൻ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് വിത്തിൻ മിനിറ്റ് കൊണ്ട് അയാൾക്ക് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്ത് കിട്ടും? എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും അതിനുള്ള സൊല്യൂഷനും കിട്ടും. വെരി സിമ്പിളാ, വെരി സിമ്പിളാ. എന്നാൽ നമ്മൾ അതിന് പകരം ആദ്യം തന്നെ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുക. അപ്പൊ എന്തുണ്ടാവും?
നമ്മൾ അടുത്ത കുഴികളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മള് സൊല്യൂഷന് വേണ്ടി ഓടുമ്പോ അങ്ങനത്തെ ആളുകൾ വിജയിക്കൂല. കാരണം എന്താ അറിയോ? അങ്ങനത്തെ ആളുകൾ വിജയിക്കാതിരിക്കാനുള്ള കാരണം അയാൾക്ക് താൽക്കാലികമായിട്ട് അപ്പത്തെ കാര്യം മാത്രം നടന്നാൽ മതി. നമ്മള് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് നമ്മളിപ്പോ പഠിക്കൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ കുറെ ദിവസങ്ങളായി. നിങ്ങളിപ്പോ കുറെ വർഷങ്ങളായിട്ട് എന്റെ കൂടെ കൂടിയ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ കൂടെ കൂടിയ ആൾക്കാരൊക്കെ ഇതിലുണ്ടാവും. പക്ഷേ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരാൾ പറയാണ് ഒരു പ്രോബ്ലം ആണ് അയാൾ. എന്താണ് പ്രോബ്ലം? അയാൾക്ക് ജോലി വേണം, പക്ഷെ ജോലി കിട്ടണില്ല. ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഞാനിപ്പോ പഠിച്ച ഇപ്പൊ ജോലി കിട്ടും. ഒരിക്കലും സാധിക്കൂല. കാരണം എന്താ? അയാൾക്ക് റിസൾട്ട് ഉണ്ടാകാൻ സാധിക്കൂല. എന്നാൽ എന്താണ് എനിക്ക് ഇപ്പൊ ഒരു ജോലിയാ വേണ്ടത്. ഓക്കെ, ഒരു ജോലിയാ വേണ്ടത്. അപ്പൊ എന്താ ചെയ്യാ? ഏറ്റവും ഷോർട്ട് ടൈം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കും. ചെറിയൊരു കോഴ്സ് പഠിക്കും. ചെറിയൊരു ജോലിയിൽ എവിടെയെങ്കിലും കേറി പറ്റും. ഓക്കെ, ഓക്കെ സമ്മതിച്ചു. പക്ഷേ എന്താ സംഭവിക്കാറ് യഥാർത്ഥത്തില്? നമുക്ക് അവിടെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ജോലി നോക്കാനോ അടുത്തൊരു പൊസിഷനിലേക്ക് കയറാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കില്ല. എന്താ കാരണം? നമ്മൾ താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടാൽ മതി. രക്ഷപ്പെട്ടാൽ മതി. നമുക്കൊരാൾക്ക് ഇപ്പോ ഞാന് എന്റെ ഒരു അവസ്ഥ നിങ്ങളോട് പറയാം. ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു. പല ചിന്തകളും എന്റെ ഉള്ളിലൂടെ കടന്നുപോയി. ഞാൻ മനസ്സിലാക്കിയത് എന്തായിരുന്നു എന്റെ കുഴപ്പം? സത്യത്തിൽ ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടില്ല ഒന്ന്. നമ്പർ 1. രണ്ടാമത്തത് ഞാൻ എന്നെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. 2. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കുമ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് എന്ത് കുറവുണ്ട്? എനിക്ക് ഒരുപാട് സ്കില്ലുകൾ കുറവുണ്ട്. എന്റെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ എന്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. വെരി സിമ്പിൾ ആണ്. ആൻസർ പിന്നെ ഒന്നുമില്ല. ആൻസർ വളരെ കുറച്ചുള്ളൂ. സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്താ പണി വെച്ചാൽ അതെടുത്താൽ മതി. ബസ് കഴിഞ്ഞു. അതിനെന്താ പണി? പഠിക്കുക. വേറെ മാർഗ്ഗമൊന്നുമില്ല. പഠിക്കുക, പഠിക്കുക, പഠിക്കുക. വേറെ ഒരു മാർഗ്ഗമില്ല. എന്താ എന്താ കാരണം? സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടി. എന്നാലോ ഞാൻ കരുതാണ് ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ പ്രശ്നം ഒന്ന് സോൾവ് ആയാൽ എനിക്ക് അങ്ങനെ സമാധാനം ആവൂല. ഒരാൾക്കും സമാധാനമല്ല. എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. കാശ് കടം വന്നിട്ട് താൽക്കാലികമായിട്ട് റോൾ ചെയ്യുമ്പോ നമ്മൾ എപ്പോഴും എപ്പോഴും ചിന്തിക്കേണ്ട കാര്യങ്ങള് ഇന്നത്തെ കടന്ന് ഇങ്ങനെ തൽക്കാലം ഓന് കൊടുക്കാനുള്ള ഒരു 1000 കിട്ടിയാല് എന്റെ പ്രശ്നം തീരൂല. അടുത്ത ദിവസം അതിലേറെ വലിയ പ്രശ്നം വരും. എന്താ കാരണം അറിയങ്ങളെ? ഈ 1000 രൂപ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുറച്ച് അപ്പുറത്തുള്ള ഒരാളടുത്താണ് കാശുള്ളത്. കുറച്ച് അപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ആളടുത്താണ് 1000 രൂപ ഉള്ളത്. ആ 1000 രൂപ അവൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 1000 രൂപ വാങ്ങിയിട്ട് അടുത്തൊരാൾക്ക് കൊടുക്കണം. നമ്മളെ കയ്യിലാണെങ്കിൽ എന്തില്ല? പൈസ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ 1000 രൂപക്ക് വേണ്ടിയിട്ട് 50 രൂപയോ 100 രൂപയോ ചെലവാക്കിയിട്ട് ഓട്ടോക്കാരനെ വിളിച്ചിട്ട് ചിലപ്പോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പോയിട്ട് താൽക്കാലികമായിട്ട് 1000 രൂപ വാങ്ങിയിട്ട് ഇയാൾ 1000 രൂപ കൊടുക്കും. പക്ഷേ നമുക്കവിടെ 1100 രൂപ വീണ്ടും കടം വാങ്ങുകയാണ്. എന്താ കാരണം ഉണ്ടായത്? ആ 100 രൂപ ഓട്ടോക്കുള്ള പൈസയും കൂടെ നമ്മളടുത്ത് നഷ്ടം വരിക. ആർ യു അണ്ടർസ്റ്റാൻഡ്? ഇതാണ് നമ്മൾ ചെയ്യുന്ന താൽക്കാലികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്. ആ അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ അടുത്ത കുഴികളിലേക്കും ആക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ എന്നാൽ നമ്മൾ ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആ കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്താണ് എന്റെ പ്രോബ്ലം? എനിക്ക് പണമാണ് എന്റെ പ്രോബ്ലം. അത് എങ്ങനെ ഉണ്ടാക്കണം? എന്റെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് മാത്രമേ എനിക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതിന് എത്ര സമയമെടുക്കും? ചിലപ്പോ മേ ബി വർഷങ്ങൾ എടുത്തേക്കാം. അതിന് പഠിക്കാൻ തയ്യാറാവുന്നതിന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതത്തില് വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുള്ളൂ. തൽക്കാലം അതങ്ങട്ട് റെഡി ഇല്ല. ഒരിക്കലും താൽക്കാലികമായിട്ട് അത് ആരാണ്? സ്കാറ്റേർഡ് ചിന്തകരാണ്. അത് സ്കാറ്റേർഡ് തിങ്കിങ് പ്രോസസ്സുമായിട്ട് നടക്കുന്ന ആളുകളാണ്. ഇപ്പത്തെ പ്രശ്നം ഒന്ന് സോൾവ് ആയാൽ മതി. അത് പിന്നല്ലേ സാറേ, അത് പിന്നെ നോക്കാം. ഇല്ല. നമ്മൾ എന്നേക്കുമായിട്ട് നമ്മളുടെ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ലീനിയർ തിങ്കർ ആയിരിക്കണം. നമുക്ക് ഭക്ഷണം ഇല്ല. പട്ടിണിയാണ്. ഭക്ഷണം കിട്ടുന്നില്ല. വാട്ട് വി ക്യാൻ ഡു? ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ കരുതാണ് ആരെങ്കിലും ഒരാൾ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയതിന്റെ വിശപ്പ് മാറി. ദാറ്റ്സ് ഓക്കെ. സമ്മതിച്ചു. എന്നാൽ
എന്നാൽ അടുത്ത സമയം എന്ത് ചെയ്യും? വീണ്ടും ഇതേപോലെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം.